Hello friends, welcome back to my English classroom. In this class, we are going to discuss about passive voice using modals. മോഡാൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള സെൻറ്റൻസുകളെ എങ്ങനെ ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ BA ഇംഗ്ലീഷ് മെയിൻ പേപ്പറായ ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് യൂസേജിലെ മൂന്നാമത്തെ മൊഡ്യൂളായ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെൻറ്റൻസിലെ മൂന്നാമത്തെ സെക്ഷനാണ് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. ഇതിലെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മളിവിടെ ഇന്നെടുക്കുന്നത്. ആദ്യ രണ്ട് പാർട്ടുകൾ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിനെ കുറിച്ച് കൃത്യമായ ധാരണയോടെ ഈ ക്ലാസ്സിലേക്ക് വരിക. എന്താണ് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് എന്നും പാസീവ് വോയിസ് സെൻറ്റൻസുകൾ എങ്ങനെയെല്ലാമാണ് രൂപീകരിക്കുക എന്നും ഫസ്റ്റ് പാർട്ടിലും, ഓരോ ടെൻസ് കേസുകളിലും നമ്മൾ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് സെക്കൻഡ് പാർട്ടിലും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡാൽ ഓക്സിലറികൾ സെൻറ്റൻസിനകത്ത് വരുമ്പോൾ എങ്ങനെയാണ് ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ക്ലാസ് റൂം. പാസീവ് വോയിസ് യൂസിങ് മോഡാൽസ്. മോഡാൽ വെർബുകൾ വരുന്ന പാസീവ് വോയിസ് സെൻറ്റൻസുകൾ എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. മോഡാൽ വെർബുകളെക്കുറിച്ച് നമ്മൾ ഇതിനു മുൻപേ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. മോഡാലിറ്റി എന്ന ടോപ്പിക്കിൽ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡാൽ വെർബുകളെക്കുറിച്ച് പഠിച്ചിരുന്നു. ഈ മോഡാൽ വെർബുകൾ സെൻറ്റൻസിനകത്ത് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പാസീവ് ആക്കുന്നത്? പ്രധാനപ്പെട്ട മോഡാൽ വെർബുകളാണ് വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാന്, കുഡ്, മേ, മൈറ്റ് തുടങ്ങിയ പ്രയോഗങ്ങളെല്ലാം. ഇത്തരത്തിലുള്ള മോഡാൽ വെർബുകൾ വരുമ്പോൾ പ്രധാനമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ബി എന്ന് കൂടെ ചേർക്കുക എന്നുള്ളതാണ്. നമ്മളത് ഫ്യൂച്ചർ ടെൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ വില്ലിൻ്റെ കാര്യം നമ്മൾ പഠിച്ചിരുന്നു. സെൻറ്റൻസിനകത്ത് വിൽ എന്ന് വന്നു കഴിഞ്ഞാൽ അത് പാസീവിലേക്ക് മാറുന്ന സമയത്ത് വിൽ ബി ആയി മാറും. അതേ മാറ്റം തന്നെയാണ് പ്രധാനപ്പെട്ട എല്ലാ മോഡാൽ വെർബുകളിലും സംഭവിക്കുന്നത്. കൂടെ ചെറിയ പ്രയോഗങ്ങളിൽ മാറ്റം വരുമ്പോൾ എന്തെല്ലാം ചെറിയ ചേഞ്ചസ് ആണ് വരുന്നത് എന്ന് കൂടെ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ, ക്യാൻ. ക്യാൻ എന്ന മോഡാൽ ഓക്സിലറി ആക്റ്റീവിൽ വരുമ്പോൾ എങ്ങനെയാണ് പാസീവിലേക്ക് മാറ്റുന്നത്? ക്യാൻ ബി. ക്യാൻ എന്നുള്ള പ്രയോഗം ക്യാൻ ബി ആയി മാറും. ഞാൻ പറഞ്ഞിരുന്നു പ്രധാനമായും ബി എന്ന പ്രയോഗമാണ് ഇത്തരത്തിൽ മോഡാലുകളുടെ കൂടെ ചേർക്കപ്പെടുന്നത്. എക്സാമ്പിൾ നോക്കാം. ഹീ ക്യാൻ പ്ലേ ഗിറ്റാർ. ഹീ ക്യാൻ പ്ലേ ഗിറ്റാർ എന്നുള്ളത് എങ്ങനെയായി മാറും പാസീവിൽ? ഗിറ്റാർ ക്യാൻ ബി പ്ലേഡ് ബൈ ഹിം. നമുക്കറിയാം ആക്റ്റീവിലെ സബ്ജക്റ്റ് ഇവിടെ ഒബ്ജക്റ്റ് ആവുകയും ആക്റ്റീവിലെ ഒബ്ജക്റ്റ് ഇവിടെ സബ്ജക്റ്റ് ആവുകയും ചെയ്യണം അല്ലേ? അങ്ങനെയാണല്ലോ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്. അതിൽ ഗിറ്റാറാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അതുകൊണ്ട് നമുക്ക് പാസീവിലേക്ക് മാറുമ്പോൾ ഗിറ്റാറിലാണ് തുടങ്ങേണ്ടത്. സോ ഗിറ്റാർ ക്യാൻ ബി. ഹീ ക്യാൻ പ്ലേ ഗിറ്റാർ എന്നുള്ളത് ഗിറ്റാർ ക്യാൻ ബി പ്ലേഡ് ബൈ ഹിം എന്നാക്കി മാറ്റാം. ഇനി ഒരു ചോദ്യമാണെങ്കിലോ എങ്ങനെയാണെന്ന് നോക്കാം. ക്യാൻ ഹീ പ്ലേ ഗിറ്റാർ ഒരു ചോദ്യമാണ്. നമുക്കറിയാം ഇത്തരത്തിൽ ഓക്സിലറി ഉപയോഗിച്ച് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. സോ ക്യാൻ ഹീ പ്ലേ ഗിറ്റാർ എന്ന ചോദ്യം എങ്ങനെയാണ് നമ്മൾ മാറ്റുക? ക്യാൻ ഗിറ്റാർ ബി പ്ലേഡ് ബൈ ഹിം. ക്യാൻ ഗിറ്റാർ ബി പ്ലേഡ് ബൈ ഹിം എന്നാക്കി മാറ്റാം. അതായത് ഇവിടെയും ക്യാൻ്റെ കൂടെ ബി തന്നെയാണ് ചേർത്തിരിക്കുന്നത്. പക്ഷേ ക്യാൻ എന്നതിന് ശേഷം ഇവിടെ ഗിറ്റാർ സബ്ജക്റ്റ് ഉപയോഗിച്ചതിന് ശേഷമാണ് ബി എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ക്യാൻ ഹീ പ്ലേ ഗിറ്റാർ എന്ന ചോദ്യം ക്യാൻ ഗിറ്റാർ ബി പ്ലേഡ് ബൈ ഹിം എന്ന ചോദ്യമാക്കി നമുക്ക് പാസീവിലൂടെ മാറ്റാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, കനോട്ട്. നമുക്കറിയാം ക്യാൻ പ്ലസ് നോട്ടാണ് കനോട്ട്. കനോട്ട് എന്ന ആക്റ്റീവിൽ വരുമ്പോൾ എങ്ങനെയാണ് പാസീവിലേക്ക് മാറ്റുന്നത്? കനോട്ട് ബി. വീണ്ടും ബി എന്ന ഫോം നമ്മൾ കൂടെ ചേർത്താൽ മതി. എക്സാമ്പിൾ നോക്കാം. ഹീ കനോട്ട് പ്ലേ ഗിറ്റാർ. ഹീ കനോട്ട് പ്ലേ ഗിറ്റാർ എന്നുള്ളത് എങ്ങനെ മാറും? ഗിറ്റാർ കനോട്ട് ബി പ്ലേഡ് ബൈ ഹിം. ഗിറ്റാർ കനോട്ട് ബി പ്ലേഡ് ബൈ ഹിം എന്ന മാറും. സോ ദാറ്റ് ഈസ് കനോട്ട് ബി എന്ന പ്രയോഗം. നെക്സ്റ്റ് വൺ, കുഡ്. കുഡ് സെൻറ്റൻസിനകത്ത് വരുമ്പോൾ കുഡ് ബി ആയി മാറും. ഹീ കുഡ് റീഡ് ഫ്രഞ്ച്. ഹീ കുഡ് റീഡ് ഫ്രഞ്ച് എന്നുള്ളത് ഫ്രഞ്ച് കുഡ് ബി റെഡ് ബൈ ഹിം. ഫ്രഞ്ച് കുഡ് ബി എന്ന പ്രയോഗമായി മാറുന്നു. നെക്സ്റ്റ് വൺ, കുഡ് നോട്ട്. കുഡ് നോട്ട് വരുമ്പോൾ എങ്ങനെയാണ്? കുഡ് നോട്ട് ബി. വീണ്ടും ബി എന്ന പ്രയോഗം. ദാറ്റ് ഈസ് കുഡ് നോട്ട് എന്ന് വരുമ്പോൾ കുഡ് നോട്ട് ബി എന്നാക്കി മാറ്റിയാൽ മതി. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഹീ കുഡ് നോട്ട് റൈറ്റ് ഫ്രഞ്ച്. കുഡ് നോട്ട് എന്ന പ്രയോഗമാണ് വന്നിരിക്കുന്നത് അല്ലേ? എങ്ങനെ മാറ്റും? ഫ്രഞ്ച് കുഡ് നോട്ട് ബി റിട്ടൺ ബൈ ഹിം.
ഫ്രഞ്ച് കുഡ് നോട്ട് ബി എന്ന പ്രയോഗമാണ് ഉപയോഗിക്കുന്നത്. ബി എന്ന് എക്സ്ട്രാ ആഡ് ചെയ്യുന്നു. റിട്ടൺ ബൈ ഹിം, ബാക്കി നമുക്കെല്ലാം അറിയുന്നതാണ്. റിട്ടൺ V3 ഫോമാണ് ഉപയോഗിക്കുക, അല്ല റിട്ടൺ ബൈ ഹിം എന്നാക്കി മാറ്റാം. നെക്സ്റ്റ് വൺ മേ എന്ന മോഡാൽ ഓക്സിലറിയാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? മേ ബി ആക്കി മാറ്റും. ഹി മേ ബൈ എ ന്യൂ ഹൗസ്. ഹി മേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. മേ ബൈ എ ന്യൂ ഹൗസ് എങ്ങനെ മാറും? എ ന്യൂ ഹൗസ് മേ ബി ബോട്ട് ബൈ ഹിം. എ ന്യൂ ഹൗസ് മേ ബി എന്ന പ്രയോഗമാണ് പറയേണ്ടത്. മേ എന്ന് പറഞ്ഞാൽ ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റുമ്പോൾ മേ ബി. നെക്സ്റ്റ് വൺ മേ നോട്ട് എന്നാണെങ്കിലോ, സെൻറ്റൻസിനകത്ത് മേ നോട്ട് എന്നാണെങ്കിൽ മേ നോട്ട് ബി എന്നാക്കി മാറ്റാം. എല്ലാത്തിലും നമ്മളൊരു ബി ചേർക്കുക എന്ന് ബേസിക്കായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഷീ മേ നോട്ട് ലേൺ കമ്പ്യൂട്ടർ. ഷീ മേ നോട്ട് ലേൺ കമ്പ്യൂട്ടർ എന്നുള്ളത് കമ്പ്യൂട്ടർ മേ നോട്ട് ബി ലേൺഡ് ബൈ ഹർ. കമ്പ്യൂട്ടർ മേ നോട്ട് ബി ലേൺഡ് ബൈ ഹർ. നെക്സ്റ്റ് വൺ മൈറ്റ് എന്ന് വരുന്ന സമയത്ത് മൈറ്റ് ബി എന്നായി മാറുന്നു. ദേവ് മൈറ്റ് മീറ്റ് പ്രിയ. ദേവ് മൈറ്റ് മീറ്റ് പ്രിയ എന്നുള്ളത് പ്രിയ മൈറ്റ് ബി മീറ്റ് ബൈ ദേവ് എന്നാക്കി മാറ്റാം. പ്രിയ മൈറ്റ് ബി മെറ്റ് ബൈ ദേവ്. മൈറ്റ് ബി എന്നായി മാറുന്നു. വളരെ എളുപ്പത്തിൽ നമുക്ക് ബി എന്ന് ചേർക്കാം, അതുകൊണ്ടാണ് വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. മൈറ്റ് നോട്ട് എന്ന് വന്നാലോ, മൈറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ മൈറ്റ് നോട്ട് ബി എന്നായി മാറും. ദേവ് മൈറ്റ് നോട്ട് മീറ്റ് പ്രിയ. ദേവ് മൈറ്റ് നോട്ട് മീറ്റ് പ്രിയ എന്നുള്ളത് പ്രിയ മൈറ്റ് നോട്ട് ബി മെറ്റ് ബൈ ദേവ്. മൈറ്റ് നോട്ട് ബി എന്നായി മാറുന്നു. ബി എന്ന് കൃത്യമായി ചേർക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ മൈറ്റ് ഹാവ് എന്ന് വന്നാലോ, മൈറ്റ് ഹാവ് എന്ന് വന്നാൽ മൈറ്റ് ഹാവ് ബീൻ എന്നാക്കി മാറ്റണം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് പെർഫെക്റ്റിൻ്റെ കേസിൽ ഹാവ് വന്നാൽ ബീൻ ആണ് ചേർക്കേണ്ടത് എന്നുള്ളത്. അതേ നിയമം തന്നെ ഇവിടെയും പാലിക്കണം. മൈറ്റ് ഹാവ് എന്ന് വന്നാൽ മൈറ്റ് ഹാവ് ബീൻ എന്ന് ചേർക്കണം. ദേവ് മൈറ്റ് ഹാവ് മെറ്റ് പ്രിയ. ദേവ് മൈറ്റ് ഹാവ് മെറ്റ് പ്രിയ എന്നുള്ളത് പ്രിയ മൈറ്റ് ഹാവ് ബീൻ മെറ്റ് ബൈ ദേവ് എന്നാക്കി മാറ്റണം. പ്രിയ മൈറ്റ് ഹാവ് ബീൻ എന്നാക്കി മാറ്റണം. നെക്സ്റ്റ് വൺ വുഡ് എന്ന് വന്നു കഴിഞ്ഞാൽ നോ ഡൗട്ട് വുഡ് ബി. ഷീ വുഡ് ടീച്ച് അസ് ഇംഗ്ലീഷ് എന്ന സെൻറ്റൻസ് ഷീ വുഡ് ടീച്ച്, വുഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. വുഡ് ടീച്ച് അസ് ഇംഗ്ലീഷ് എങ്ങനെ മാറ്റും? ഇംഗ്ലീഷ് വുഡ് ബി ടോട്ട് ടു അസ് ബൈ ഹർ. ഇംഗ്ലീഷ് വുഡ് ബി ടോട്ട് ടു അസ് ബൈ ഹർ. വുഡ് ബി എന്നാക്കി മാറ്റണം. നെക്സ്റ്റ് വൺ മേ ഹാവ് എന്ന മോഡാൽ ഓക്സിലറിയാണ് വരുന്നതെങ്കിലോ, മേ ഹാവ് ആണെങ്കിൽ മേ ഹാവ് ബീൻ എന്നാക്കി മാറ്റണം. നമ്മൾ നേരത്തെ പഠിച്ചു ഹാവ് വരുമ്പോൾ കൂടുതലും ബീനാണ് വരുന്നത്. മേ ഹാവ് എന്നുള്ളത് മേ ഹാവ് ബീൻ എന്നായി മാറും. എക്സാമ്പിൾ നോക്കാം. ഹീ മേ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക്. ഹീ മേ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക്. മേ ഹാവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ മാറ്റും? ദ വർക്ക് മേ ഹാവ് ബീൻ ഫിനിഷ്ഡ് ബൈ ഹിം. ദ വർക്ക് മേ ഹാവ് ബീൻ ഫിനിഷ്ഡ് ബൈ ഹിം. ഇത്തരത്തിൽ ഒബ്ജക്റ്റും സബ്ജക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതും ഇവിടെ V3 ഫോം ആവുന്നതും നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ മോഡാൽ ഓക്സിലറിയിൽ വരുന്ന മാറ്റത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ടാണ് മറ്റ് ഭാഗങ്ങളെ പ്രാധാന്യത്തോടു കൂടി പറയാത്തത്. ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായി ഡിസ്കസ് ചെയ്തതായതുകൊണ്ട് മാത്രമാണ്. നെക്സ്റ്റ് കേസ് മേ നോട്ട് ഹാവ്. ഇനി മേ നോട്ട് ഹാവ് എന്ന പ്രയോഗമാണ് വരുന്നതെങ്കിലോ മേ നോട്ട് ഹാവ് ബീൻ എന്നായി മാറണം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം, ഹാവ് വരുന്ന സമയത്ത് ബീൻ എന്ന് കൂടെ ചേർക്കണം എന്നർത്ഥം. അതല്ലാതെ മോഡൽ ഓക്സിലറി മാത്രം ഒറ്റയ്ക്ക് വരുന്ന സമയത്ത് BE എന്ന പ്രയോഗം ചേർത്താൽ മതിയാവും. സോ മേ നോട്ട് ഹാവ് എന്നുള്ളത് മേ നോട്ട് ഹാവ് ബീൻ എന്നായി മാറും. എക്സാമ്പിൾ നോക്കാം. ഹീ മേ നോട്ട് ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക്. ഹീ മേ നോട്ട് ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് എന്നുള്ളത് എന്തായി മാറും? ദ വർക്ക് മേ നോട്ട് ഹാവ് ബീൻ ഫിനിഷ്ഡ് ബൈ ഹിം. ദ വർക്ക് മേ നോട്ട് ഹാവ് ബീൻ എന്നായി മാറും. മേ നോട്ട് ഹാവ് ബീൻ എന്നായി മാറും. സോ ഹാവ് വരുന്ന സമയത്ത് ബീൻ കൂടെ ചേർക്കുക. നെക്സ്റ്റ് വൺ ഷുഡ് വരുമ്പോൾ നമ്മൾ നേരത്തെ അറിയുന്ന പോലെ തന്നെയാണ്, ഒരു ബി ചേർത്താൽ മതി. ഷുഡ് ബി. ദേ ഷുഡ് ഡു ദ ഹോംവർക്ക്. ദേ ഷുഡ് ഡു ദ ഹോംവർക്ക് എന്നതിൽ ഷുഡാണ് വന്നിരിക്കുന്നത്. എങ്ങനെ മാറ്റും? ദ ഹോംവർക്ക് ഷുഡ് ബി ഡൺ ബൈ ദം. ദ ഹോംവർക്ക് ഷുഡ് ബി എന്നാക്കി മാറ്റണം. പ്ലസ് V3 ഫോം എഴുതണം. ഡൺ പിന്നെ ബൈ എന്നാക്കി മാറ്റി പിന്നീട് അവിടുത്തെ ഒബ്ജക്റ്റ് നമ്മളിവിടെ സബ്ജക്റ്റായിട്ടും സബ്ജക്റ്റിന് ഒബ്ജക്റ്റായിട്ടുമാണ് നമ്മൾ എഴുതുക എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതുമാണ്. നെക്സ്റ്റ് വൺ
ഷുഡ് നോട്ട്. ഷുഡ് നോട്ട് എന്ന് വന്നാൽ എങ്ങനെ മാറ്റും? ഷുഡ് നോട്ട് ബി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം പോസിറ്റീവായിട്ടുള്ള ഒരു മോഡൽ ഓക്സിലറിയാണ്. ദാറ്റ് മീൻസ് ഷുഡ് പോലെയുള്ള പ്രയോഗം വന്നാൽ ഷുഡ് ബി. ഇനി നെഗറ്റീവാണ് ഷുഡ് നോട്ട് എന്നാൽ ഷുഡ് നോട്ട് ബി. രണ്ടാണെങ്കിലും അത് അതുപോലെ തന്നെ ഷുഡ് ചേർക്കുക അല്ലെങ്കിൽ ഷുഡ് നോട്ട് ചേർക്കുക പ്ലസ് ബി ഫോം അല്ലേ, ബി എന്നാണ് ചേർക്കുക. അത്രയേ ഉള്ളൂ എന്നുള്ളത് കൃത്യമായി ഇതുവരെയുള്ള എക്സാമ്പിളുകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഷുഡ് നോട്ട് എന്ന് വന്നാൽ ഷുഡ് നോട്ട് ബി. ദേ ഷുഡ് നോട്ട് സേ ലൈസ്. ദേ ഷുഡ് നോട്ട് സേ ലൈസ് എന്നുള്ളത് ലൈസ് ഷുഡ് നോട്ട് ബി സെഡ് ബൈ ദം. ലൈസ് ഷുഡ് നോട്ട് ബി. ഷുഡ് നോട്ട് എന്നുള്ളത് ഷുഡ് നോട്ട് ബി എന്നായി മാറി. നെക്സ്റ്റ് വൺ ഷുഡ് ഹാവ്. ഷുഡ് ഹാവ് എന്ന് വന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം എന്താണ് ഉപയോഗിക്കുക. ഹാവിന് ശേഷം ഒരു ബീനാണ് ചേർക്കേണ്ടത് അല്ലേ. സോ ഷുഡ് ഹാവ് ബീൻ. യു ഷുഡ് ഹാവ് ഡൺ ദ വർക്ക്. യു ഷുഡ് ഹാവ് ഡൺ ദ വർക്ക്. ഷുഡ് ഹാവ് എന്നാണ് വന്നിരിക്കുന്നത്. എങ്ങനെ മാറ്റും? ദ വർക്ക് ഷുഡ് ഹാവ് ബീൻ ഡൺ ബൈ യു. ദ വർക്ക് ഷുഡ് ഹാവ് ബീൻ എന്നാക്കി മാറ്റണം. നെക്സ്റ്റ് വൺ ഷുഡ് നോട്ട് ഹാവ്. ഇനി ഷുഡ് ഹാവ് നമ്മൾ പഠിച്ചു. ഷുഡ് നോട്ട് ഹാവ് ആണെങ്കിലോ നെഗറ്റീവ് സെൻസിലാണ് വരുന്നെങ്കിലോ ഹാവ് വന്നാൽ പിന്നെ സംശയമില്ല ബീൻ ചേർക്കുക. അപ്പോൾ ഷുഡ് നോട്ട് ഹാവ് ബീൻ എന്നായി മാറും. ഷുഡ് നോട്ട് ഹാവ് എന്നുള്ളത് ഷുഡ് നോട്ട് ഹാവ് ബീൻ എന്നായി മാറും. ദേ ഷുഡ് നോട്ട് ഹാവ് ട്രെസ്പാസ്ഡ് ദ പ്രോപ്പർട്ടി. ദേ ഷുഡ് നോട്ട് ഹാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എങ്ങനെ മാറ്റും? ദ പ്രോപ്പർട്ടി ഷുഡ് നോട്ട് ഹാവ് ബീൻ ട്രെസ്പാസ്ഡ് ബൈ ദം. ദ പ്രോപ്പർട്ടി ഷുഡ് നോട്ട് ഹാവ് ബീൻ. ഇത്തരത്തിൽ ഷുഡ് നോട്ട് ഹാവ് എന്ന് വന്നാൽ ഷുഡ് നോട്ട് ഹാവ് ബീൻ എന്നാക്കി മാറ്റാം. നെക്സ്റ്റ് വൺ മസ്റ്റ്. മസ്റ്റ് എന്ന മോഡൽ ഓക്സിലറിയാണ് വരുന്നതെങ്കിലോ മസ്റ്റ് ബി. നമുക്കറിയാം ഇത്തരത്തിൽ വന്നാൽ ബി ചേർത്താൽ മാത്രം മതി. യു മസ്റ്റ് ലേൺ ഇംഗ്ലീഷ് എന്നുള്ളത് ഇംഗ്ലീഷ് മസ്റ്റ് ബി ലേൺ ബൈ യു എന്നാക്കി മാറ്റണം. മസ്റ്റ് എന്നുള്ളത് മസ്റ്റ് ബി. ഇനി മസ്റ്റ് നോട്ട് എന്നാണെങ്കിലോ മസ്റ്റ് നോട്ട് ബി. മാറ്റമൊന്നുമില്ല. മസ്റ്റ് നമ്മൾ പഠിച്ചു. ഇത്തരത്തിൽ മോഡൽ ഓക്സിലറി വെർബുകളുടെ കൂടെ നോട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ ബി ചേർത്താൽ മാത്രം മതിയാവും ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റുമ്പോൾ. മസ്റ്റ് നോട്ട് എന്നുള്ളത് മസ്റ്റ് നോട്ട് ബി എന്നായി മാറും. എക്സാമ്പിൾ യു മസ്റ്റ് നോട്ട് മിസ് ദ ബസ്. യു മസ്റ്റ് നോട്ട് മിസ് ദ ബസ്. മസ്റ്റ് നോട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ മാറ്റും? ദ ബസ് മസ്റ്റ് നോട്ട് ബി മിസ്ഡ് ബൈ യു. ദ ബസ് മസ്റ്റ് നോട്ട് ബി എന്നായി മാറുന്നു. നെക്സ്റ്റ് വൺ മസ്റ്റ് ഹാവ്. മസ്റ്റ് ഹാവ് എന്നാണെങ്കിലോ നമുക്കറിയാം മസ്റ്റ് ഹാവ് ബീൻ എന്നായി മാറും. ഹാവ് വന്നാൽ പിന്നെ ബീൻ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. യു മസ്റ്റ് ഹാവ് ലേൺഡ് ഇംഗ്ലീഷ് അറ്റ് സ്കൂൾ. യു മസ്റ്റ് ഹാവ് ലേൺഡ് എന്നാണ് അല്ലേ. മസ്റ്റ് ഹാവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് മാറ്റുന്നത്? ഇംഗ്ലീഷ് മസ്റ്റ് ഹാവ് ബീൻ ലേൺഡ് അറ്റ് സ്കൂൾ. ഇംഗ്ലീഷ് മസ്റ്റ് ഹാവ് ബീൻ ലേൺഡ് അറ്റ് സ്കൂൾ എന്നാണ് അല്ലേ. ദാറ്റ് ഈസ് മസ്റ്റ് ഹാവ് ബീൻ എന്നായി മാറും. ഹാവ് വന്നാൽ ബീനായി മാറും. നെക്സ്റ്റ് കേസ് മസ്റ്റ് നോട്ട് ഹാവ്. ഒരു നോട്ടും കൂടെ വന്നാലോ മസ്റ്റ് നോട്ട് ഹാവ് വന്നാലും നമുക്കറിയാം മസ്റ്റ് നോട്ട് ഹാവ് ബീൻ എന്നായി മാറും. ഹാവ് വന്നാൽ പിന്നെ ബീനായി മാറും. എക്സാമ്പിൾ നോക്കാം. യു മസ്റ്റ് നോട്ട് ഹാവ് ഫോർഗോട്ടൺ ദ പോയം. യു മസ്റ്റ് നോട്ട് ഹാവ് ഫോർഗോട്ടൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ മാറ്റും? ദ പോയം മസ്റ്റ് നോട്ട് ഹാവ് ബീൻ ഫോർഗോട്ടൺ ബൈ യു. ദ പോയം മസ്റ്റ് നോട്ട് ഹാവ് ബീൻ എന്നാക്കി മാറ്റണം. മസ്റ്റ് നോട്ട് ഹാവ് എന്നുള്ളത് മസ്റ്റ് നോട്ട് ഹാവ് ബീൻ എന്നാക്കി മാറ്റണം. നെക്സ്റ്റ് വൺ ഓട്ട് ടു. ഓട്ട് ടു എന്ന മോഡൽ ഓക്സിലറിയാണ് വരുന്നതെങ്കിൽ എങ്ങനെ മാറ്റും? നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ബി ചേർത്താൽ മതി. ഓട്ട് ടു ബി എന്നായി മാറും. യു ഓട്ട് ടു റെസ്പെക്റ്റ് എൽഡേഴ്സ്. യു ഓട്ട് ടു റെസ്പെക്റ്റ് എൽഡേഴ്സ് എന്നുള്ളത് എങ്ങനെ മാറും? എൽഡേഴ്സ് ഓട്ട് ടു ബി റെസ്പെക്റ്റഡ് ബൈ യു. എൽഡേഴ്സ് ഓട്ട് ടു ബി റെസ്പെക്റ്റഡ് ബൈ യു എന്നായി മാറും. ഓട്ട് ടു ബി. ഓട്ട് ടു എന്നുള്ളത് ഒരു മോഡൽ ഓക്സിലറിയാണ്. അതുകൊണ്ട് നിങ്ങളൊരു ബി കൂടെ ചേർക്കണം പാസീവിലേക്ക് മാറ്റുമ്പോൾ. ലാസ്റ്റ് കേസ് ഓട്ട് ടു ഹാവ്. ഓട്ട് ടു ഹാവ് എന്ന പ്രയോഗമുണ്ട്. ഇതെങ്ങനെയാണ് മാറ്റുക? നമ്മൾ നേരത്തെ പഠിച്ചാണ്. ഹാവ് വന്നാൽ പിന്നെ ബീൻ. ഓട്ട് ടു ഹാവ് ബീൻ എന്നായി മാറും. യു ഓട്ട് ടു ഹാവ് പാസ്ഡ് ദ ടെസ്റ്റ് എന്നുള്ളത് യു ഓട്ട് ടു ഹാവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. മാറ്റുമ്പോൾ ദ ടെസ്റ്റ് ought to have been passed by you എന്നായി മാറും. ought to have been എന്നായി മാറും. ഇത്രയുമാണ് മോഡൽ ഓക്സിലറി വെർബുകൾ ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലായത് സാധാരണ രീതിയിൽ മോഡൽ ഓക്സിലറി വെർബുകളുടെ കൂടെ ബി എന്ന് ചേർത്താൽ മതിയാവും.
അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. നോട്ട് എന്ന് കൂടെ ഉണ്ടെങ്കിലും നമ്മൾ ആ നോട്ട് കൂടെ ചേർത്ത് ബി എന്ന് ചേർത്താൽ മതി. ഇനി ഹാവ് എന്ന് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഹാവ് ബീൻ എന്നാക്കി കൂടെ ചേർക്കണം. അതുപോലെ നോട്ട് ഹാവ് എന്നാണെങ്കിലും നമുക്ക് അതുപോലെ തന്നെ നോട്ട് ഹാവ് ബീൻ എന്ന് പാസീവിലേക്ക് മാറ്റുമ്പോൾ ഉപയോഗിക്കാൻ സാധിക്കും. ഓരോ ഉദാഹരണങ്ങളുടെയും അർത്ഥത്തിലൂടെ പോവാതിരുന്നത് അതിൽ അർത്ഥത്തിലല്ല പ്രാധാന്യം, അതിൻ്റെ സ്ട്രക്ചറിലാണ് എന്നുള്ളതാണ്. മാത്രമല്ല സെൻറ്റൻസിലെ അർത്ഥത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരേ അർത്ഥം തന്നെയാണ് ആക്റ്റീവിനും പാസീവിനും ഉള്ളത്. വാക്കുകളുടെ ഘടനയിൽ വരുന്ന മാറ്റമാണ് പ്രധാനപ്പെട്ടത്. മാത്രമല്ല ആക്റ്റീവ് രൂപങ്ങൾക്കുള്ള അതുപോലുള്ള അർത്ഥങ്ങൾ മലയാളത്തിൽ പാസീവ് രൂപങ്ങൾക്ക് ഇല്ല എന്നുള്ളതും ഒരു സത്യാവസ്ഥയാണ്. എല്ലാം നമ്മൾ ആക്റ്റീവായിട്ട് തന്നെയാണ് മലയാളത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എല്ലാത്തിനും ഓരോന്നിനും ഉദാഹരണങ്ങൾ പറയുമ്പോൾ അതിൻ്റെ പാസീവ് രീതികൾ മലയാളത്തിൽ പറയുക എന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ്. ആക്റ്റീവ് വോയ്സ് പാസീവ് വോയ്സിൻ്റെ മൂന്നാമത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. മോഡാൽ ഓക്സിലറികൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റുക എന്നുള്ളത് കൃത്യമായി ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.